പറയാൻ എളുപ്പമായത് ജീവിക്കാൻ എളുപ്പമല്ല. ജീവിക്കാൻ എളുപ്പമായത് പറയാനും. നമ്മളെല്ലാവരും പറച്ചിലുകാരാണ്. നമ്മളെന്ത് ചിന്തിക്കുന്നു, നമ്മളെന്ത് പറയുന്നു, അതൊക്കെ നമ്മളാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചവരാണ്. നമ്മളുടെ ചെയ്തികളിലേക്ക് നമ്മളധികം നോക്കാറില്ല. മറ്റുള്ളവരുടെ ചെയ്തികളിലേക്ക് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നോക്കാറുമുണ്ട്. മാതാപിതാക്കളുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അവരേറ്റവും കൂടുതൽ കുട്ടികളെക്കുറിച്ച് പരാതിയായി പറയുന്നത് മക്കൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും മക്കൾ പൊട്ടിത്തെറിക്കുന്നു, അതിനെന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കാറ്, അപ്പോൾ നമ്മളോ എന്നാണ്. നമുക്ക് പുറത്തുള്ളവരൊക്കെ പൊട്ടിത്തെറിക്കുന്നതിനെ പ്രതി നമ്മൾ വളരെ ജാഗ്രതയുള്ളവരാണ്, വിഷമം അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഞാൻ ചെറിയ കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്നതോ, ഈ ലോകമൊന്ന് നന്നായിരുന്നെങ്കിൽ, ഈ ലോകത്തുള്ള മനുഷ്യരുടെ ഉള്ളിൽ നിന്നൊക്കെ ജാതിയും മതവും ദേശീയതയും ഇതുപോലെയൊക്കെയുള്ള സങ്കുചിതമായിട്ടുള്ള ചിന്താഗതികൾ മാറിപ്പോയിട്ട് ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവൻ ഞങ്ങളെല്ലാം ഒന്നാണ്, ഒരേ ജീവവർഗമാണ് എന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിലപിക്കുന്നവരാണ് ലോകത്തുള്ള കൂടുതൽ മനുഷ്യരും. ആ പറയുന്ന ഓരോ മനുഷ്യരും അങ്ങനെയാണോ എന്ന് സ്വയം ചോദിക്കാൻ ആ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുമില്ല. വളരെ എളുപ്പമാണ് കാര്യങ്ങൾ പറയാൻ. ദേഷ്യം പിടിക്കാതിരിക്കുന്നതിനെക്കുറിച്ച്, വെറുക്കാതിരിക്കുന്നതിനെക്കുറിച്ച്, അസൂയപ്പെടാതിരിക്കുന്നതിനെക്കുറിച്ച്, എന്തും ജീവിതത്തിൽ വലിയ വിഷമം അനുഭവിച്ചിരിക്കുന്നവരുടെ അടുത്ത് നമ്മളൊക്കെ പോയി പറയാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ലോകത്തിലേക്ക് നോക്കൂ. ലോകത്ത് മനുഷ്യരൊക്കെ എത്ര വിഷമിച്ചിട്ടാണ് കഴിയുന്നത്? അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ വിഷമമൊക്കെ ഒരു വിഷമാണോ? ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ വളരെ ആവേശത്തോടു കൂടി നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ വിഷമിച്ചിരിക്കുന്നതോ? ഒരാളൊന്ന് മുഖം ചൊളിച്ചൊരു വാക്ക് പറഞ്ഞാൽ മതി, ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയതുപോലെ നമ്മൾ അനുഭവിക്കും. തൊട്ട് മുമ്പ് അപ്പുറത്തിരിക്കുന്നവരെക്കുറിച്ച് അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഒരാളോട് ജീവിതത്തെ എങ്ങനെയാണ് സമചിത്തതയോടെ അനുഭവിക്കേണ്ടതെന്ന് വലിയ ക്ലാസ്സൊക്കെ എടുത്ത് വന്നിരിക്കുകയായിരിക്കും. ആ സമയത്താണ് നമ്മളൊരാൾ ചീത്ത പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. ഉടനെ നമ്മൾ റെസ്റ്റ്ലെസ്സായി. അങ്ങനെ റെസ്റ്റ്ലെസ് ആകുമ്പോൾ ഞാൻ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ ഉണ്ടായി കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു ആത്മവിമർശനം നടത്താൻ തയ്യാറാകുമ്പോഴാണ് ഒരാൾ സ്പിരിച്വലാകുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആഴത്തിലുള്ള പ്രാപഞ്ചികാവബോധം ഉണ്ടാവലൊന്നുമല്ല.
സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരാൾ സ്പിരിച്വലായി മാറുന്നത്, റിയലായി സ്പിരിച്വലായിട്ട് മാറുന്നത് താൻ ജീവിച്ച കാര്യങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് ജീവിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഒരു ലക്ഷണം. ഞാൻ എപ്പോഴും ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ അക്ഷമയെക്കുറിച്ച് ബോധവാനായിരിക്കണം. എൻ്റെ അക്ഷമയെ ഏറ്റവും ചുരുങ്ങിയത് ഞാനെങ്കിലും തെളിഞ്ഞറിഞ്ഞാണ് ഞാൻ പറയുന്നതെങ്കിൽ എൻ്റെ പറച്ചിലിൽ ഒരു ഉറപ്പുണ്ടാവില്ല. പക്ഷെ ഞാൻ അനുഭവിച്ചത് പറയുമ്പോൾ അത് വളരെ അനായാസമായിരിക്കും. ഒരു കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ നിരന്തരം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ, കുഞ്ഞുങ്ങളുമായിട്ടുള്ള കളിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മളങ്ങ് കുട്ടിയായിട്ട് മാറും. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകണം. നമ്മളിങ്ങനെ മസലൊക്കെ പിടിച്ച് പൗരുഷത്തിൽ പ്രായമായ ആളുകളായി ഇരുന്നു കൊണ്ട്, പക്വത ഉള്ള ആളുകളായിട്ട് ഇരുന്നു കൊണ്ട് കുട്ടികളെപ്പോലെ ആവണം എന്ന് പറഞ്ഞാലൊന്നും കുട്ടികളെപ്പോലെ ആവാൻ പറ്റില്ല. പറയാൻ വളരെ എളുപ്പമാണ്. എത്രയോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളേക്കാൾ പ്രായം കുറഞ്ഞവരെ നമ്മൾ ഉപദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊക്കെ ചെയ്തു നോക്കിയതാണോ നമ്മളത് പറയുന്നത് എന്നുള്ളത് നമ്മളൊന്ന് സ്വയം ഒന്ന് നോക്കിയാൽ മതി. അപ്പം മനസ്സിലാവും എത്രമാത്രം കാപട്യത്തിൻ്റെ ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതെന്ന് മനസ്സിലാവും. വളരെ എളുപ്പത്തിൽ പറയുന്ന ഒരു കാര്യം ജീവിച്ചു നോക്കുമ്പോൾ വലിയ പ്രയാസമാണെന്ന് മനസ്സിലാവും. ഒരുപക്ഷെ മഹാഗുരുക്കന്മാർ വളരെ കുറച്ച് സംസാരിച്ചത് അതുകൊണ്ടായിരിക്കും. അവരൊന്നും എളുപ്പമാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരുവിധം പക്വതയോടെ ജീവിതത്തിൽ തീരുമാനമെടുക്കാനും ജീവിതത്തിന് സ്വസ്ഥമായ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കാനും കഴിഞ്ഞാൽ മതി എന്നാണ് ഗുരുനിത്യ പറഞ്ഞിട്ടുള്ളത്. 60 വയസ്സാകുമ്പോഴേക്കും. നമ്മളിവിടെ 4 പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്കും പക്വത പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവർക്ക് നന്നായിട്ടറിയാം ജീവിക്കാൻ എളുപ്പമല്ലാത്തൊരു കാര്യമാണ് പക്വത എന്ന് പറയുന്നത്. പറയാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ധ്യാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ചില ധ്യാനം പഠിപ്പിക്കുന്ന അധ്യാപകർ പറയും, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ മതി, ദിവസം ചെയ്യൂ, ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളിൽ അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, എനിക്കിഷ്ടമില്ലാത്തൊരു വാക്കാണത്. പക്ഷേ എന്നെ ഈ ചില സ്ഥലത്ത് പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ അവർ ഈ ബ്രോഷർ ചെയ്തയക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും മോട്ടിവേഷണൽ സ്പീക്കർ. അപ്പോൾ ഞാൻ ഉടനെ അവരോട് പറയും അത് വെട്ടിക്കളയാൻ പറയും. ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ല. ഞാൻ ജീവിതത്തിൻ്റെ റിയാലിറ്റി പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ റിയാലിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. വിജയങ്ങളെക്കുറിച്ചല്ല ഞാൻ കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. പരാജയത്തിലും ജീവിതമുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എപ്പോഴും വിജയിക്കുന്നവരല്ല വിജയിച്ചിട്ടുള്ളത്. എപ്പോഴും വിജയിക്കുന്നുവോ തോൽക്കുന്നുവോ എന്നുള്ളതല്ല, ജീവിതമുണ്ടോ എന്നുള്ളതാണ്. വിജയവും പരാജയവും സുഖവും ദുഃഖവും മാനവും അപമാനവും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ദുഃഖം വരുമ്പം മിണ്ടാതിരിക്കുക, കുറച്ച് സമയം കൊടുക്കുക. അത് ജീവിതമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കുറച്ച് സമയം കൊടുക്കുക, കാലത്തിന് വിട്ടുകൊടുക്കുക. കുറേയൊക്കെ നമ്മളെക്കാൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ നമ്മളെക്കൊണ്ട് ആകാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വെയിറ്റ് ചെയ്യാം. ദുഃഖമെന്ന് പറയുന്നത്
ജീവിതത്തിനെതിരാണ്, ജീവനെതിരാണ് എന്ന അറിവിൽ നിന്ന് മുക്തി ഉണ്ടാവണം നമുക്ക്. ദുഃഖമൊന്നും നമുക്കിഷ്ടമല്ല, അപമാനിതരാവാനും നമുക്കിഷ്ടമല്ല, വിഷമനുഭവിക്കാൻ ഇഷ്ടമല്ല, തോൽക്കാൻ ഇഷ്ടമല്ല, ഒരു ജീവനും ഇഷ്ടമല്ല. പക്ഷെ തോൽവിയും മാനാപമാനങ്ങളും ദുഃഖവുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും വളരെ എളുപ്പത്തിലൊന്നും ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല എന്നും, ചിലതൊക്കെ കുറേ നാളുകൾ നമ്മളെ പിന്തുടരുമെന്നും ഒക്കെ അറിഞ്ഞ് അതിനോടെങ്ങനെ അനുനയപൂർവ്വം സഹകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ക്ഷമയോടെ സ്വയം അത് പരിശീലിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിലേക്ക് കടക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കൂ. അപ്പം അങ്ങനെ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ആത്മോപദേശകം പഠിച്ചതുകൊണ്ടോ ധർമ്മപദം പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൊഴിയാഴത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ടോ ഇത് ഞാനിങ്ങനെ ഇരുന്ന് ദിവസവും 3/4 മണിക്കൂർ സമയം സംസാരിക്കുന്നത് കൊണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എളുപ്പമായി തീരുന്ന ഒന്നല്ല കാര്യങ്ങൾ. എളുപ്പമല്ല എന്ന് തിരിച്ചറിയുന്നതാണ് അറിവ്. പറയാൻ വളരെ എളുപ്പമാണ്, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ഒരാൾ സ്പിരിച്വലാകുന്നത്. മറ്റതൊക്കെ നമ്മളൊരു മാസ്ക് ഇടലാണ്. നമ്മളോടൊരാൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരു സുഖമില്ല എന്ന് പറയാൻ നമുക്കൊരു സുഖമില്ല. സുഖമില്ലെങ്കിൽ സുഖമില്ല എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റണം. ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്, ഇന്ന് എന്താണെന്നറിയില്ല, ഒരു സ്വസ്ഥതയില്ല, ഭയങ്കര വിഷമത്തിലാണ്, ഞാനിന്ന് വളരെ ആനന്ദത്തിലാണ്, ഞാനിന്ന് വളരെ സ്വസ്ഥനാണ്, ഞാൻ വല്ലാത്ത ഒരു ആനുഭൂതിക ലോകത്തിലാണ് എന്ന് പറയുന്ന അതേ മനസ്സോടുകൂടി ഞാൻ അസ്വസ്ഥനാണ് എന്നും ഞാൻ ബോറടിച്ചിരിക്കുകയാണെന്നും വല്ലാത്തൊരു സങ്കടത്തിലാണെന്നും പറയാൻ ആർജവം നമുക്കുണ്ടാവണം. പക്ഷെ നമ്മൾ ഒരു സ്പിരിച്വലായിട്ടുള്ള പശ്ചാത്തലത്തിൽ വരികയും മഹത്തായിട്ടുള്ള കൃതികൾ പഠിക്കുകയും മഹാഗുരുക്കന്മാരുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മളെങ്ങനെയാണ് ഇനിയിപ്പോൾ ആനന്ദിക്കാതിരിക്കുക? നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് അനുഭവിക്കാതിരിക്കുക? അതുകൊണ്ട് എന്തുകൊണ്ടാണ് എനിക്കത് പറ്റാത്തത്? എനിക്കത് എളുപ്പമാകണമല്ലോ. ഏറ്റവും ചുരുങ്ങിയത് മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും എൻ്റെ ജീവിതം ഇപ്പോൾ വളരെ രസകരമാണ് എന്ന് തെളിയിക്കേണ്ടതുണ്ടല്ലോ എന്നൊക്കെയുള്ള പ്രതിസന്ധികളിലേക്ക് നമ്മൾ പോകാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ കുറേ അറിവ് ആർജിക്കുന്നത് കൊണ്ട്, നമ്മൾ മനസ്സിലാക്കിയ അറിവ് മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ട് അത് ജീവിതമായി തീർന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ്. ജീവിതത്തിലാവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പലതരത്തിലുള്ള ചേരുവകകൾ ഒത്തുചേർന്ന് വന്നാൽ മാത്രമേ ഒരു കാര്യം ജീവിതാനുഭവമായിട്ട് മാറുള്ളൂ. അറിവ് കൊണ്ട് ഒരിക്കലും ജീവിതം അനായാസമാകുന്നില്ല. അനുഗ്രഹം കൊണ്ടാണ് പലപ്പോഴും ജീവിതം അനായാസമാകുന്നത്. അതുകൊണ്ട് പറയാൻ വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് ജീവിക്കാൻ എളുപ്പമല്ല എന്നും ജീവിതത്തിലേക്ക് അതിനെ സ്വാംശീകരിക്കാൻ എളുപ്പമല്ല എന്നും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഒന്നും എളുപ്പമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്ഷമയെക്കുറിച്ച് മണിക്കൂറുകൾ എനിക്കിരുന്ന് സംസാരിക്കാൻ പറ്റും. സ്നേഹത്തെക്കുറിച്ച്, സൗഹൃദത്തെക്കുറിച്ച്, വെറുപ്പും അസൂയയും ഇല്ലാതാവേണ്ടതിനെക്കുറിച്ച്, ഇല്ലാതാക്കേണ്ടതിനെക്കുറിച്ച് എല്ലാം നമുക്ക് സംസാരിക്കാൻ പറ്റും. മത്സരബുദ്ധി ഉണ്ടാവാതിരിക്കുന്നതിനെക്കുറിച്ച്, അഹങ്കാരമില്ലാതിരിക്കേണ്ടതിനെക്കുറിച്ച്, മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് സ്വയം അഭിമാനിക്കുകയോ അപമാനിതരാകുകയോ ചെയ്യാതിരിക്കേണ്ടതിനെക്കുറിച്ച് ഒക്കെ നമുക്ക് വാതോരാതെ സംസാരിക്കാൻ പറ്റും. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിരന്തരം.
പക്ഷെ അതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ 100% പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ 10% കൂടുതൽ എത്തിയിട്ടില്ല എന്ന അറിവും കൂടി എനിക്ക് ഉണ്ടാവണം. പക്ഷേ ഈ പറച്ചിലുകാർ പലപ്പോഴും തെറ്റിദ്ധരിക്കും, ഞാൻ ജീവിക്കുന്ന കാര്യങ്ങളാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരോടുള്ള ഉപദേശത്തിൻ്റെ ധ്വനി വരുന്നതും നിങ്ങൾക്കൊക്കെ ഒന്ന് നന്നായിക്കൂടെ എന്ന് പറയാൻ തോന്നുന്നതും. പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളാണ് ഉപദേശകരായിട്ട് മാറുക. പലപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യർ എപ്പോഴും ആത്മവിമർശകരാവുകയാണ് ചെയ്യുക. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും ഇത്രയൊക്കെ ചുറ്റുപാടുള്ളവരോട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും എൻ്റെ ഉള്ളിൽ കാര്യമായ മാറ്റം വരുത്താൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, ഇത് എളുപ്പമല്ലാത്ത ഒരു പ്രോസസ്സാണല്ലോ എന്ന് സ്വയം ബോധ്യമാവും. പറച്ചിലിൽ മാത്രമേ എളുപ്പമുള്ളൂ, അത് ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിച്ചിരിക്കുന്നവരെ പുച്ഛിക്കുന്നത് നമ്മൾ നിർത്തും. അവരതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള പ്രചോദനങ്ങൾ നമ്മൾ നൽകും. പക്ഷെ പരിഹസിക്കില്ല, പുച്ഛിക്കില്ല. പുച്ഛിക്കരുത്, പരിഹസിക്കരുത്. ഏതൊരു ദുഃഖവും ഏതൊരു വിഷമവും അതെത്ര ചെറുതുമായിക്കൊള്ളട്ടെ, അത് മൂല്യമുള്ളതാണ്. നമ്മൾ മൂല്യമെന്ന് പറയുമ്പോൾ സന്തോഷത്തെയും സമാധാനത്തെയും ആനന്ദത്തെയും ഒക്കെയാണ് മൂല്യമായിട്ട് കാണുന്നത്. ഒരാൾ ദുഃഖിക്കുന്നത്, ഒരാൾ അപമാനിതനായിരിക്കുന്നത്, ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നത്, നിസ്സാര കാര്യങ്ങളിൽ വേദനിക്കുന്നത്, അതിലൊക്കെ മൂല്യമുണ്ട്. ആ മൂല്യം നമുക്ക് ജീവിതത്തെ സുഗമമായി ജീവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ മൂല്യമുണ്ട്. ആ മൂല്യത്തെ നമ്മൾ കാണാതെ പോകരുത്, നിസ്സാരവൽക്കരിക്കരുത്. നമ്മളൊരു 4 ദിവസം എന്തെങ്കിലുമൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിലൊരു ഉണർവും വെളിച്ചമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്പുറത്തിപ്പുറത്തും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിച്ച് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകുന്ന മനുഷ്യരെ നോക്കി വളരെ പുച്ഛത്തോടെ സംസാരിക്കാറുണ്ട്. എന്ത് ജീവിതമാണ് ഇവരൊക്കെ ജീവിക്കുന്നത്? പൗരോഹിത്യമാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ സംസാരിക്കുക. ഇവരൊക്കെ എത്ര നാൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും, എന്നാണ് ഇവർക്കൊരു വെളിച്ചം ഉണ്ടാവുക എന്നൊക്കെ മറ്റുള്ളവരെ നോക്കി പരിഹസിച്ചും പുച്ഛിച്ചും സംസാരിക്കുന്ന ഒരു സ്വഭാവം അറിവിൻ്റെ ലോകത്ത് വ്യാപരിക്കുന്നവർക്കുണ്ട്. പക്ഷേ അവരവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഞാൻ ഓരോ ദിവസവും ഓരോ സന്ദർഭത്തിനോടും പ്രതികരിക്കുന്നത് എങ്ങനെയെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പരിശോധിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ പറച്ചിലിലേ ഞാൻ കൂടുതലുള്ളൂ, പ്രവൃത്തിയിൽ ഞാൻ അധികം വന്നിട്ടില്ല എന്ന് തിരിച്ചറിയാം. അത് എളുപ്പമല്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാതെ വിഷമിക്കുന്നവരോട് പുച്ഛവും പരിഹാസവും നിറഞ്ഞ മനോഭാവം നമുക്കില്ലാതാവുള്ളൂ. നമുക്ക് തന്നെ സ്വയം തോന്നാറുണ്ട്, ഞാൻ എത്ര നാളായി ഇതൊക്കെ പഠിക്കുന്നു, ഇതൊക്കെ വായിക്കുന്നു, എന്നിട്ടും എനിക്കൊരു മാറ്റം വരുന്നില്ലല്ലോ എന്ന് കരുതി വിഷമിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊരുപാട് നാൾ പുസ്തകം വായിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ ശ്ലോകങ്ങൾ കാണാതെ മനഃപ്പാഠമാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വെളിച്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യരുമായിട്ട് ചേർന്നിരുന്നത് കൊണ്ടോ ഒന്നും ജീവിതം അങ്ങ് എളുപ്പമായിട്ട് തീരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു അനുഗ്രഹം പോലെ നമ്മുടെ ജനിതക സ്വഭാവത്തിൽ അതിൻ്റെ വെളിച്ചം പ്രസരിക്കുക കൂടി വേണം. അത് ബോധപൂർവമുള്ള പരിശ്രമത്തിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല. ബോധപൂർവമുള്ള പരിശ്രമം വേണം, പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് സ്വസ്ഥത കിട്ടുമെന്ന് യാതൊരു നിർബന്ധമല്ല. നമ്മൾ പരമാവധി ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ.
അത് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിയില്ലല്ലോ എന്ന് വിലപിക്കുന്ന ഒരു മനസ്സിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടേണ്ടതുണ്ട്. പലപ്പോഴും ഏറ്റവും നിരാശയുള്ള മനുഷ്യരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് സ്പിരിച്വലായിട്ടുള്ള ആളുകൾക്കിടയിലാണ്. കാരണം അവർ വിചാരിക്കുന്നത് രമണ മഹർഷിയുടെ ഒരു പുസ്തകം വായിച്ച് മൗനമായിരി എന്ന് രമണ മഹർഷി പറയുന്നത് കേട്ടിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ മൗനമായിട്ടൊരൊറ്റ ഇരിപ്പാണ്. അങ്ങനെ അങ്ങ് 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ രമണ മഹർഷിയുടെ മുഖത്ത് കാണുന്ന പ്രശാന്തി എൻ്റെ മുഖത്തും പ്രസരിക്കുമെന്നും എൻ്റെ ബോധത്തിലെ സമാധാനത്തിൻ്റെ ഒരു മഹാപ്രവാഹം അനുഭവിക്കാൻ കഴിയുമെന്നും കരുതി ഒരൊറ്റ ഇരിപ്പാണ്. എന്നിട്ട് 1 ദിവസം ഇരിക്കുന്നു, 2 ദിവസം ഇരിക്കുന്നു, പരമാവധി പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷേ ഇങ്ങ് കിട്ടുന്നില്ല സാധനം. പിന്നെ നിരാശയായി. ഞാൻ എത്ര നാളായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു പ്രശാന്തി എനിക്ക് വരുന്നില്ലല്ലോ, ആ ഒരു സമാധാനം എനിക്ക് വരുന്നില്ലല്ലോ. രമണ മഹർഷിയൊക്കെ പറയാൻ ശ്രമിക്കുന്ന ആ ഒരു മൗനാനുഭൂതിയിലേക്ക് എനിക്ക് ഉണരാനാകുന്നില്ലല്ലോ എന്നൊക്കെ വിലപിക്കുന്ന മറ്റൊരു ബോധം കൂടി നമ്മളിൽ വന്നു ചേരും. നിരാശ നിറഞ്ഞ ഒരു ബോധം. അതെന്തുകൊണ്ടാണ് വന്നു ചേരുന്നത്? ഇത് എളുപ്പമാണ് ഈ കാര്യമെന്ന് തെറ്റിദ്ധരിച്ചു പോയതുകൊണ്ടാണ്. പുസ്തകം വായിക്കാൻ എളുപ്പമാണ്. നല്ല പായസം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, സാമ്പാർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, ഡ്രൈവ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാൻ എളുപ്പമാണ്, വായിക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളൊന്ന് പോയി ഡ്രൈവ് ചെയ്ത് നോക്കൂ, നമ്മളൊന്ന് പാചകം ചെയ്ത് നോക്കൂ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. വായിച്ചപ്പോൾ എന്ത് എളുപ്പമായിരുന്നു, ഒരാൾ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ എന്ത് എളുപ്പമായിരുന്നു. പക്ഷെ അതിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് മനസ്സിലായത് എളുപ്പമല്ല. നിരന്തരമായ പ്രാക്ടീസിലൂടെ ആവർത്തിച്ച് ക്ഷമയോടെ, ആത്മവിശ്വാസത്തോടെ, മുറിവില്ലാതെ, തടസ്സങ്ങളില്ലാതെ, മറ്റൊരു സമയത്തേക്ക് മാറ്റി വയ്ക്കാതെ നിരന്തരം നമ്മൾ ചെയ്തിട്ടാണ് ഒരു കാര്യം എളുപ്പമായി തീരുന്നത്. അങ്ങനെ ഒരു കാര്യം എളുപ്പമായി തീർന്നു എന്ന് കരുതുക. ഞാൻ നന്നായി പായസം വയ്ക്കുന്ന ഒരാളായി, ഞാൻ നന്നായി സാമ്പാർ ഉണ്ടാക്കുന്ന ഒരാളായി, ഞാൻ നന്നായി ഡ്രൈവ് ചെയ്യുന്ന ഒരാളായി, നന്നായി പാടുന്ന ഒരാളായി, നന്നായി വർത്തമാനം പറയുന്ന ഒരാളായി എന്ന് കരുതുക. അപ്പോൾ എന്നോടൊരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ മുറിയാതെ സംസാരിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരിക്കലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം, എഴുത്തിനെക്കുറിച്ച് ആളുകൾ ചോദിക്കാറുണ്ട്. നിങ്ങളിങ്ങനെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നു, നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇതെങ്ങനെയാണ് അത് പറ്റുന്നത്? എനിക്കറിയില്ല. ഇവിടെ വന്നിരിക്കുന്നത് മാത്രം, ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ പറയാനുള്ള 2 വരി വായിക്കുന്നത്. ഇപ്പോൾ എന്താണ് പറയേണ്ടതെന്നോ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കാരണം ഏതെങ്കിലും ഒരു യാത്ര കഴിഞ്ഞ് ഒന്ന് മേല് കഴുകിയിട്ട് നേരോടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് 2 വരി എടുത്ത് വായിക്കുന്നത്. ഇതുവരെ നമ്മളുടെ നടന്ന ക്ലാസ്സുകളൊക്കെ അങ്ങനെയാണ്. ഞാൻ ധർമ്മപദ എന്ന് പറയുന്നൊരു പുസ്തകം ആദ്യമായിട്ട് വായിക്കുന്നത് ക്ലാസ് എടുക്കുമ്പോഴാണ്. അതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടില്ല. ഇവിടെ വന്നിരുന്ന് അതങ്ങ് തുറക്കുമ്പോഴാണ് ആ വരി കാണുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ഒരു സ്പോണ്ടേനിയസായിട്ട് ആ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളോടൊരു സന്തോഷമാണ്. അപ്പോൾ എങ്ങനെയാണിത് പറയുന്നത്? ഇതേപോലെ തന്നെയാണ് എഴുതുന്നതും. വന്ന് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ആകെ ചെയ്യുന്നൊരു പണി. അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതുന്നത് എന്ന് ഇതേപോലെ തന്നെയാണ് ഒരു പാചകം ചെയ്യുന്ന ആളോട്. തമ്മിൽ ഞാനൊരു വ്യത്യാസവും കാണുന്നില്ല. ഈ വർത്തമാനം പറയുന്നതും ഈ പുസ്തകം എഴുതുന്നതും നന്നായി ഡ്രൈവ് ചെയ്യുന്നതും നന്നായി പാചകം ചെയ്യുന്നതും നന്നായി കൃഷി ചെയ്യുന്നതും തമ്മിലൊരു വ്യത്യാസമില്ല. അടിസ്ഥാനപരമായ ഒരറിവ് എല്ലാവർക്കും ഉള്ളതുപോലെ അവർക്കുമുണ്ട്. ബാക്കിയൊക്കെ കൈപുണ്യം എന്ന് പറയുന്നത് പോലെ മനോപുണ്യം, ബുദ്ധിയുടെ പുണ്യം, നമ്മുടെ സ്പിരിറ്റിൻ്റെ പുണ്യം നമ്മളറിയില്ല എന്നുള്ളത് കൊണ്ട് അതിന് പറയുന്നൊരു വാക്കാണ് പുണ്യമെന്ന്, ഒരനുഗ്രഹം എന്ന് പറയുന്നത്. നമുക്കറിയില്ല. നമ്മളേറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നൊരു കാര്യം എങ്ങനെയാണ് നിങ്ങളത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പിടി കിട്ടില്ല. ഒരമ്മയോട് നിങ്ങളെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നതെന്ന് അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ചിരിക്കുകയുള്ളൂ.
ഏത് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴും തൊട്ടപ്പുറത്ത് കിടക്കുന്ന കുഞ്ഞിൻ്റെ ചെറിയ ചലനം പോലും അറിയാൻ എങ്ങനെ അമ്മയ്ക്ക് കഴിയുന്നു എന്ന് അമ്മയോട് ചോദിച്ചാൽ സ്നേഹമുള്ളത് കൊണ്ടാണ്. പക്ഷേ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം പറയാൻ പറ്റില്ല. നമ്മളേറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഏതെടുത്ത് നോക്കിക്കോളൂ. ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും ഹൃദ്യമായി, ഏറ്റവും സന്തോഷത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ അധികം വാക്കുകൾ നമുക്ക് പറയാനുണ്ടാവില്ല. എന്താണ് സ്നേഹമെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്നേഹം അനുഭവിച്ചിട്ടുള്ളവരാണ്. പക്ഷെ എന്താണ് സ്നേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനറിയില്ല. പക്ഷെ എന്താണ് ആത്മാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളിരുന്ന് സംസാരിക്കും. കാരണം എന്താ? നമുക്കറിയാത്ത കാര്യമാണ്. ദൈവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾ സംസാരിക്കും. ദൈവത്തെക്കുറിച്ച് മണിക്കൂറുകൾ നമ്മൾ പ്രഭാഷിക്കും. എന്താ കാരണം? നമുക്കറിയില്ല. മൗനത്തെക്കുറിച്ച് നമ്മൾ ഇഷ്ടം പോലെ സംസാരിക്കും. നമുക്ക് കാര്യമായിട്ട് ബോധ്യമില്ല. അനുഭവിക്കാത്തത് ഒരുപാട് സമയം നമുക്ക് സംസാരിക്കാൻ പറ്റും. അനുഭവിക്കുന്നത് വളരെ കുറച്ചേ പറയാൻ പറ്റൂ. പലർക്കും പറയാനേ പറ്റില്ല. ലാവോത്സു അദ്ദേഹത്തിൻ്റെ താവോ തേച്ചിങ്ങൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അറിഞ്ഞത് പറയാൻ എളുപ്പമല്ല എന്നാണ്. അനുഭവിക്കുന്നത് പറയാൻ എളുപ്പമല്ല എന്നാണ്. പറയാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ ജീവിക്കാനും എളുപ്പമല്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിക്കാൻ എളുപ്പമായത് പറയാനും എളുപ്പമല്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടും നമ്മുടെ അനുഭവമാണ്. ആത്മീയത അല്ലെങ്കിൽ നമ്മൾ പൊതുവെ നമ്മളുടെ ജീവിത വീക്ഷണങ്ങൾ, നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത വീക്ഷണങ്ങൾ നമ്മൾ ജീവിക്കാത്തതാണ് കൂടുതലുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട് കാര്യമായിട്ട് നമ്മളത് ജീവിച്ചിട്ടില്ല എന്നുള്ളത്. കുറച്ചും ഉറപ്പിച്ചും പറയുന്നത് നമ്മളിനി അടുത്ത ഒരു സ്ഥലത്തത് വരും. നമ്മൾ ഈ മഹാഗുരുക്കന്മാരെ ശ്രദ്ധിക്കുമ്പോൾ അവർ കാര്യങ്ങളിങ്ങനെ എളുപ്പമായിട്ട് പറയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. അത്ര എളുപ്പത്തിലല്ല അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നോക്കാം, നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. മെല്ലെ ശരിയാവും. ധൃതിപ്പെടണ്ട. എല്ലാറ്റിനും അതിൻ്റെ ഒരു സമയമുണ്ട്. സമയം കൊടുക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക, നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യുക. പിന്നെ എല്ലാം കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുക. അവരുടെ വാക്കിലൊക്കെ നമ്മളെങ്ങനെ എനർജറ്റിക് ആക്കുന്ന വാക്കുകളല്ല ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ നിരാശരാക്കുന്ന വാക്കുകളുമല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഉത്തേജക വസ്തുക്കളൊന്നും അവർ നമുക്ക് തരില്ല. അത് ശരീരത്തിനായാലും മനസ്സിനെയും ബുദ്ധിയെയും ഉത്തേജിപ്പിക്കുന്ന എക്സ്ട്രാ എനർജി ഒരു ഗുരുവും തരില്ല. സീ തിങ്സ് ആസ് ഇറ്റ് ഈസ് എന്നേ പറയൂ. കാര്യങ്ങളെ അതെന്താണോ അതായി കാണുക. നിങ്ങളൊരു എക്സ്ട്രാ എനർജി ഇട്ടിട്ട് അതിൽ നിന്ന് ഓടിപ്പോകണ്ട. അതിൽ നിന്ന് താഴേക്കും വീണു പോകണ്ട. എളുപ്പമല്ല ജീവിതം. ഗുരുക്കന്മാർ നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എളുപ്പമല്ല ജീവിതം. സഹനം സർവദുഃഖാനാം അപ്രതികാരപൂർവകം ചിന്താവിലാപരഹിതം എന്നാണ്. പല ദുഃഖങ്ങളെയും നമ്മൾ സഹിക്കണം. പ്രതികാരബുദ്ധിയില്ലാതെ, ചിന്താവിലാപങ്ങളില്ലാതെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന പ്രയാസങ്ങളെ സമചിത്തതയോടെ അനുഭവിച്ച് കടന്നു പോകാൻ അനുവദിക്കണം. എളുപ്പവഴിയില്ല. അവരെപ്പോഴും നമ്മളോട് പറഞ്ഞത് അതാണ്. അതിനെയാണ് അവർ തിദിക്ഷ എന്ന് പറയുന്നത്. ജീവിതത്തിൽ വെളിച്ചം തേടുന്ന മനുഷ്യർ, കുറച്ചുകൂടി മൂല്യവത്തായ ഒരു ജീവിതത്തിലേക്ക് ഉണരണമെന്ന് ആഗ്രഹിക്കുന്നവർ
എന്താണ് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാത്തിരിക്കാനുള്ള മനസ്സ്. ഒന്നും പെട്ടെന്ന് ശരിയാവില്ല എന്നുള്ള അറിവ്. ഇനി എന്തെങ്കിലും പെട്ടെന്ന് ശരിയായാൽ അത് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ അറിവ് കൊണ്ടോ അല്ല എന്ന് അറിയുകയും ചെയ്യേണ്ടതുണ്ട്. ഏതോ ഒരു അനുഗ്രഹം. പറയാൻ എളുപ്പമായതൊന്നും ജീവിക്കാൻ അത്ര എളുപ്പമല്ല. നമുക്കെന്തെങ്കിലും ജീവിക്കാൻ എളുപ്പമായിട്ടുണ്ടെങ്കിൽ, എളുപ്പമായി നമ്മൾ ചെയ്ത കാര്യങ്ങൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ, ജ്ഞാനികളായ മനുഷ്യരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്നാണ്. എന്നിലൂടെ എന്തൊക്കെയോ സംഭവിച്ചു, പക്ഷെ ഞാൻ എൻ്റെ അറിവ് വെച്ച് സംഭവിച്ചതൊന്നുമല്ല. അങ്ങനെയാണ് ഗുരുക്കന്മാർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് അറിവിൻ്റെ ഒരിടമിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വിനയം എപ്പോഴും അറിവിൻ്റെ ലോകത്ത്, അറിവിലൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ ലോകത്ത്, അവരുടെ ബോധത്തിൽ വിനയത്തിൻ്റെ ഒരു ഭൂമിക എപ്പോഴും സജീവമായിരുന്നത് അതുകൊണ്ടാണ്. എത്ര വീണാലും, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഞാൻ വീണല്ലോ എന്ന് ഒരു ഗുരുവും വിലപിച്ചിട്ടില്ല. വീണിടത്ത് നിന്ന് അവർ എഴുന്നേറ്റ് നടക്കും. വീണത് അവർക്കൊരു തെറ്റല്ല. നമ്മളൊരു ചെറിയ വീഴ്ച വീണാൽ ആരും കാണാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. ശരീരത്ത് വീണാലും, മനസ്സ് വീണാലും, ബുദ്ധി വീണാലും, ശരീരം വീഴും, മനസ്സ് വീഴും, ബുദ്ധി വീഴും. നമ്മളെത്ര പറഞ്ഞുകൊണ്ടിരുന്നാലും വീണു പോകും. പക്ഷെ എണീറ്റ് നടക്കുക. ഇങ്ങനെ വീഴുകയും എണീറ്റ് നടക്കുകയും വീണുകയും എണീറ്റ് നടക്കുകയും ചെയ്തിട്ടാണ് ആ ഒരു ഇടത്ത് നമ്മൾ കുറച്ചുകൂടി സ്വസ്ഥമായ ഒരു ഭൂമിക കണ്ടെത്തുക. അതിനെയാണ് സ്പിരിച്വാലിറ്റി എന്ന്. വീഴുന്നതിൽ വിഷമിക്കാതിരിക്കുകയും ഉണർന്ന് നടക്കുന്നതിൽ അഭിമാനിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നിടത്താണ് ഒരാൾ സ്പിരിച്വലാകുന്നത്. വീണ്ടും വീണ്ടും വീഴുമ്പോൾ ഇതത്ര എളുപ്പമുള്ള യാത്രയല്ല. ജീവിതം എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു യാത്രയല്ല സത്യസന്ധമായി ജീവിക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. കള്ളത്തരത്തിലും മറച്ചു വെച്ചും ഒക്കെ ജീവിക്കുന്നവർക്ക് എളുപ്പമാണ്. സത്യസന്ധമായി ജീവിക്കുന്നവർക്ക്, അവരവരായി ജീവിക്കുന്നവർക്ക്, അവർ പറഞ്ഞു വെച്ച ജീവിതമൊന്നുമല്ല ജീവിക്കേണ്ടി വരിക. അവർക്ക് തന്നെ അറിയില്ല ഞാൻ ഏതൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോവേണ്ടതുണ്ട് എന്ന് നമുക്കറിയില്ല. ആരോ എഴുതി വെച്ച ഒരു പുസ്തകത്തിനനുസരിച്ചിട്ടല്ല നമ്മൾ ഒരു സത്യസന്ധമായ ജീവിതവും സംഭവിച്ചിട്ടുള്ളത്. അത് മുമ്പോട്ട് പോകുമ്പോൾ ജീവിതം കരുതി വെച്ചിട്ടുള്ളത് എന്തൊക്കെയാണോ അതിനൊക്കെ സ്വീകരിച്ചാണ് മുൻപോട്ട് പോവുക. പ്രയാസമുള്ളത് വരും, സന്തോഷമുള്ളത് വരും, രണ്ടും വരും. അല്ലാതെ സന്തോഷമുള്ളത് മാത്രമല്ല വരിക. സ്വസ്ഥത പോലെ തന്നെ അസ്വസ്ഥതയും മൂല്യവത്തായ സത്യസന്ധമായ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അനുഭവിച്ച് കടന്നു പോവേണ്ടത് തന്നെയാണ്, തടയാൻ കഴിയുന്നതല്ല. പറയാൻ വളരെ എളുപ്പമാണ്. സത്യസന്ധമായി ജീവിക്കുന്ന മനുഷ്യർക്ക് അത് ജീവിക്കാൻ പ്രയാസം തന്നെയാണ്. അതുകൊണ്ടാണ് ജീവിച്ച മനുഷ്യർ, ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ എളുപ്പത്തേക്കാൾ കൂടുതൽ പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. ഞാൻ ഇതൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്നാണ് ജ്ഞാനികളായ മനുഷ്യരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജീവിച്ച് കഴിഞ്ഞതും ജീവിച്ചു കൊണ്ടിരിക്കുന്നതുമാണെന്നല്ല, ഞാൻ ശ്രമിക്കുന്നു. ശ്രമം മതി. നമുക്ക് ക്ഷമ എപ്പോഴും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ക്ഷമിക്കാനുള്ളൊരു ശ്രമമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മറ്റുള്ളവർ ക്ഷമിക്കാതിരിക്കുന്നതിനെ പ്രതിയുള്ള പരാതി നമ്മളുടെ ഉള്ളിൽ നിന്ന് പോകും. ദേഷ്യം പിടിക്കാതിരിക്കാനും വെറുക്കാതിരിക്കാനും അസൂയപ്പെടാതിരിക്കാനും നിരന്തരം പരിശ്രമിക്കുന്ന ഒരാളുടെ ലക്ഷണം
വെറുക്കുകയും അസൂയപ്പെടുകയും ദേഷ്യം പിടിക്കുകയും ചെയ്യുന്ന മനുഷ്യരോട് വെറുപ്പുണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് ലക്ഷണം. ദേഷ്യം പിടിക്കുന്ന ആളുകളോട്, അസൂയപ്പെടുന്ന ആളുകളോട്, വെറുക്കുന്ന ആളുകളോട് നമുക്ക് വെറുപ്പുണ്ടാവാൻ കാരണം നമ്മളിത് നിർത്താൻ ശ്രമിച്ചിട്ടില്ല. നമ്മളിത് നിർത്താൻ ശ്രമിച്ചാലാണ് ഇത് എളുപ്പമല്ല എന്ന് മനസ്സിലാവുക. ഇത് എളുപ്പമല്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് അപ്പുറത്തിരിക്കുന്നവർ ശ്രമിക്കുന്നവരായിരിക്കും. എളുപ്പമല്ലാത്തത് കൊണ്ടാണ് എന്നെപ്പോലെ തന്നെ പാവങ്ങളാണ് അവരും എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ദേഷ്യം പിടിക്കുന്നവരോടും അസൂയപ്പെടുന്നവരോടും വെറുക്കുന്നവരോടും നമുക്ക് വിദ്വേഷമുണ്ടാവില്ല. എന്നെപ്പോലെ തന്നെ നിസ്സഹായരാണ് അവരുമെന്ന് തിരിച്ചറിയും. മറ്റുള്ളവരുടെ നിസ്സഹായത തിരിച്ചറിയാൻ നാം നമ്മുടെ നിസ്സഹായത തിരിച്ചറിയണം. നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലതും നാം ജീവിക്കുന്നതല്ല എന്ന് തിരിച്ചറിയണം. പറയാൻ എളുപ്പമായത് ജീവിക്കാൻ എളുപ്പമല്ല. ജീവിക്കാൻ എളുപ്പമായത് പറയാനും എളുപ്പമല്ല. എല്ലാ സ്നേഹത്തോടെയും എല്ലാവർക്കും നമസ്കാരം.